അപ്പോൾ നമ്മൾ ഇന്ന് ബാക്ക് സ്കൂൾ ഷോപ്പിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൽ വാങ്ങിച്ച സാധനങ്ങൾ നോക്കിയാലോ. ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന ബുക്ക് പൊതിയാനുള്ള 2 പേപ്പറാണ്. അത് കഴിഞ്ഞ് വാട്ടർ ബോട്ടിലാണ്. അതിൻ്റെ അകത്ത് ഈ സ്ട്രോ ഉണ്ട്, പിന്നെ ഒരു വള്ളിയുണ്ട്. അത് വരണില്ല, നമുക്ക് നോക്കാം പിന്നീട്. എന്നിട്ട് നോക്കാം. ലഞ്ച് ബോക്സ് ആണ്. അതെവിടുന്ന് വാങ്ങിച്ച ലഞ്ച് ബോക്സ്? ഇതാണ്. ഇത് നമ്മൾ കൊച്ചി ലുലുവിൽ പോയി വാങ്ങിച്ചതാണ്. പിന്നെ ഇത് യൂണിക്കോണിൻ്റെ ഒരു ബോക്സ് ആണ്. അതിന്റെ പ്രത്യേകതകളൊക്കെ പറ. ഇവിടെ നമുക്ക് പെൻസിൽ വയ്ക്കാം, ഇവിടെ നമുക്ക് എറേസർ വയ്ക്കാം, പിന്നെ ഇവിടെ സ്കെച്ച് വേണമെങ്കിൽ വയ്ക്കാം. തിരിച്ചു കാണിയില്ലേ. പിന്നെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു റെഡ് ബോർഡ് എഴുതാനുള്ള ഇതുണ്ട്. വൈറ്റ് ബോർഡ് പെന്നുണ്ട്. പിന്നെ നമുക്ക് പെൻസിൽ കളേഴ്സും സ്കെയിലും എറേസറും പെൻസിലും. വൈറ്റ് ബോർഡ് ഒന്ന് കാണിച്ചത്. റെഡ് ബോർഡ് ഇതാണ്. വൈറ്റ് ബോർഡ് ഇവിടെ നമുക്ക് എഴുതാം. പിന്നെ അടയ്ക്കണത് ഒരു പാടാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റും. ഓക്കെ. അടുത്തതെന്ന് ചോദിച്ചാൽ 2 ടവലാണ് വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതാണ്. അമ്മ പറഞ്ഞ അമ്മയ്ക്ക് വേണമെന്ന്. അടുത്ത് വരുന്ന പെൻസിൽ കളർ. അപ്പൊ ഇത് പെൻസിൽ കളറാണ്. ഏത് കമ്പനിയുടെയാണ്? ഇത് ഏതൊരു കമ്പനി? വായിച്ചു നോക്ക്. ഡോംസ്, DOMS. ഇത് വരയിട്ട പേപ്പറാണ്. എനിക്ക് വേണം. നിങ്ങളിത് പറയാം, നിങ്ങളെ വീഡിയോ ഓടിക്കാം. ഞാൻ വെളിച്ചെണ്ണ വാങ്ങിച്ചു, തേങ്ങ വാങ്ങിച്ചു. പിന്നെ ഇത് 3 സ്കെയിലാണ്. ഓക്കെ. പിന്നെ ഇത് വര ഇത് പ്ലെയിൻ പേപ്പറാണ്. എന്തിനാണെന്ന് പറ. എനിക്ക് കുറച്ച് പതിപ്പൊക്കെ ചെയ്തുകൊണ്ട് കൊണ്ടുപോവാ. പിന്നെ വരയിട്ട പേപ്പർ എന്തിനാണ്? വരയിട്ട പേപ്പർ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ പരീക്ഷ എഴുതാം. അപ്പൊ നല്ല മാർക്ക്, ഫുൾ A ഗ്രേഡ് വാങ്ങിക്കും. ഓക്കെ. ഇതെന്തിനാണ്? എന്തിനാണ് ഫാബ്രിക് പെയിന്റ്? ഇത് നമുക്ക് കലത്തിലും പോട്ടറി പെയിന്റിങ്ങിന്, പിന്നെ കുപ്പിയിലടിക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ അടുത്തെന്ന് ചോദിച്ചാൽ സ്കെച്ചാണ്. ഇത് ക്യാമലിന്റെ കമ്പനിയാണ്. പിന്നെ അടുത്തത് വലിയ പശ, ഫെവിക്കോള്. കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് ചോദിച്ചാൽ ഒരു പെൻസിലാണ്. ഇത് ഡോംസിന്റെ കമ്പനിയാണ്. സില്ലിയോ എന്ന് പറയുന്നത്. ബാക്ക് കാണിക്കേ, ഇത് പിന്നെ കാണിക്കാം. ഡ്രോയിങ് ബുക്കാണ് ഇങ്ങനത്തെ ഡോംസിന്റെ. സ്റ്റിക്കി നോട്ടാണ്. കളറ് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം എഴുതി ഒട്ടിക്കേ. നോട്ട്ബുക്സ് ഒക്കെ ഇരിക്കട്ടെ അവിടെ, വേറെ ഒന്നും ഇല്ലല്ലോ. നോട്ട്ബുക്സ് ആണ് ഇത്. 2 ഇത് പ്ലെയിനിലും മറ്റേ ഇംഗ്ലീഷ് കോപ്പിക്കും ഹിന്ദി ബുക്കിലും. പിന്നെ ഇത് പ്ലെയിൻ ബുക്കാണ്. ഇനി ഇത് കാണിക്കും, ബാഗ് കാണിക്കും. ബുക്സ് മതിയല്ല കാണിച്ചത്. ഇത് നമുക്ക് ഇംഗ്ലീഷ് കോപ്പിയൊക്കെ എഴുതാനുള്ളതാണ്. പിന്നെ ഇതെന്ന് ചോദിച്ചാൽ ഇപ്പോഴേ അത് ഇളവി വന്ന് ഒട്ടിച്ച് വയ്ക്കും. ഒരു നെയ്സ് സ്ലിപ്പ് ഇളവി വന്നിട്ടുണ്ടായിരുന്നു ഈ നെയ്സ് സ്ലിപ്പില്. പിന്നെ ഇത് യൂണിക്കോണിന്റെ നെയ്സ് സ്ലിപ്പാണ്. എന്റെ ബാഗ് യൂണിക്കോൺ ആണ്. ഓക്കെ. അതാണ് യൂണിക്കോണിന്റെ നെയ്സ് സ്ലിപ്പ് എടുക്കാൻ കാരണം. അപ്പൊ ഇത് ഇവിടെ സ്റ്റാപ്ലർ ഉണ്ട്. പിന്നെ കുറെ ബുക്സ് ആണ്. സ്റ്റാപ്ലർ ആർക്കാണ് വാങ്ങിച്ചത്? അമ്മയ്ക്കാണ് വാങ്ങിച്ചത്. പിന്നെ കുറെ ബുക്സ് ഉണ്ട്. ഈ വർഷത്തെ റെയിൻകോട്ട് ഇതാണ് എന്റേത്. നെടുവങ്കാടുന്നാണ് ഇത് ഫുള്ളും വാങ്ങിച്ച. പിന്നെ ഈ പ്രാവശ്യത്തെ ബാഗ് യൂണിക്കോണിന്റെ ബാഗാണ്, സ്കൂബിയുടെ. നമുക്ക് തുറന്നു നോക്കാം. ഇത് ഫസ്റ്റത്തെ അറയാണ്. ഇത് സെക്കൻഡ്. ഇത് തേർഡ്. നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു കളറിംഗ് ബുക്ക് കിട്ടും. നമുക്ക് നോക്കാം. ഹണിബി കുറേ ഉണ്ട്. ഹൗസൊക്കെ ഉണ്ട്. പിന്നെ വരച്ച് യോജിപ്പിക്കാനുള്ളതുണ്ട്. പിന്നെ വ്യത്യാസം കണ്ടുപിടിക്കാനുള്ളതുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ നെയ്സ് സ്ലിപ്പ് കിട്ടും. ഈ ബ്രഷ് ബാഗ്
ഇതാണ്. ഓക്കെ ഓക്കെ. കഴിഞ്ഞ വർഷം സ്കൂബിയുടെ വാങ്ങിച്ചപ്പോൾ കളിക്കാൻ ഒരു കോക്ക് ഉണ്ടായിരുന്നു. ആ ഇതൊക്കെ പൊട്ടിച്ചു തരും. ഓക്കെ. പൊട്ടിച്ച